ഹലോ ഗൈസ്, നമ്മൾ വിളിച്ചു റെഡി ആയി എങ്ങോട്ടാണ് വെച്ചാൽ നമ്മുടെ ഷോപ്പിക്കാണ്. നമ്മളെന്തായാലും വണ്ടി ഇത് കൊണ്ടിപ്പോൾ അങ്ങനെ ബൈക്ക് കൊടുത്ത് തരുന്ന വഴിക്കാണ് മിൽമയൊക്കെ ഒരു ചാടിച്ച് വിചാരിച്ചു. അങ്ങനെ ചാടിച്ച് വന്നിക്കണം. കടിയൊന്നുമില്ല, ചായം കുടിച്ച് നമ്മൾ വന്നു തുടന്ന്. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഷോപ്പിക്കാണ്. നമ്മുടെ ഷോപ്പിൽ നിർത്താനില്ല, ഫുള്ള് വെയിലാണ് അവിടെ. എന്തായാലും മരത്തിനോട് നിർത്തി നമ്മൾ പോകണം. അതാണ് നമ്മുടെ ഷോപ്പ് മ്യൂട്ട്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഷോപ്പിൽ ചാവി ഉണ്ടായി ചെറുക്കാൻ വന്നില്ല. പോകാനും കാത്തിക്കണം. ഇപ്പോൾ ഞാൻ രാവിലെ അടിച്ച് തന്നെ കുറച്ച് കമ്പനികളുണ്ട്. അച്ഛൻ ബാഡായി ഞാൻ അപ്പോൾ അങ്ങനെ നമ്മൾ കസ്റ്റമർ വന്നു. അങ്ങനെ കസ്റ്റമർ വന്നപ്പോൾ നമ്മുടെ ഫാൻസാണ് അവർ. നമുക്ക് ഹായ് എന്നിട്ട് അങ്ങനെ കുറിച്ച് കുറേ സെറ്റാണ്ട്. ഞാനതൊരു മേലെ കൂട്ടും. മേലെ ഉണ്ട് സ്പോട്ടേ. ഇവിടെയാണ് ഞാൻ നിൽക്കാറ്. പഠിച്ചെന്നെ സെറ്റാണ്. ഫുഡേക്ക് ഇറങ്ങിയാണ്. ചെരുപ്പ് കാണാല്ല, ചെരുപ്പ് കാണാല്ല, ഊരിട്ടാ കാണാല്ല. ഈ കമ്മിക്കാരൻ വണ്ടിക്കാൻ അറിയില്ല. അങ്ങനെ ഫുഡേക്ക് നമ്മളിപ്പോൾ വേണ്ടെന്ന് അറിയോ? നെട്ടറോട് സെൻറ്ററിൽ ഒരു തട്ടുണ്ട്. അങ്ങോട്ടാണ് നോക്കണം. അവിടെ വെച്ച് ബിരിയാണി ഉണ്ട്, സെറ്റാണ്. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഫുഡ് വെച്ച് നമ്മൾ പോന്നു. അപ്പോഴാണ് നമ്മുടെ ഷോപ്പിൽ മുസ്താഖ് വന്നു. അങ്ങനെയാണ് ചെറുപ്പം അവസ്ഥ. എന്താ പറഞ്ഞു അവസ്ഥ? എന്താ പറഞ്ഞു? തെറ്റി ബ്രോ. ഓടൊക്കെ ഞാൻ വീഡിയോ കണ്ടു. പൈസക്കാരനാണ് സംഭവം കേട്ടോ. 13 ബ്രോ. ഇവിടെ 3 തേടി ബ്രോ. അവൻ്റെയൊക്കെ 13 ബ്രോ, എൻ്റെയൊക്കെ 13 ബ്രോ. അപ്പോഴൊരുത്തം കസ്റ്റമറിന് ഞാൻ എൻ്റെ അടുത്ത് വരുന്നത് ഇന്ന് നോക്കാനേ. ഏതാ നായി ബ്രോ ബ്രോ എന്തൊക്കെയാണ്? ഒരു ഷർട്ട് ഒന്ന് എടുത്തു കൊടുക്കും കുട്ടിക്ക്. നാളെ കല്യാണമാണ്. നാളെ കൂട്ടുകാരൻ്റെ കല്യാണം. ഒന്ന് എടുത്തു കൊടുക്കും. അങ്ങനെ ചെറുക്കുമ്പോൾ സാധനം എടുത്ത് തന്നപ്പോഴാണ് ഞാൻ മുതലാളി എന്തൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയാം, നമ്മള് മെയിനല്ലേ. അങ്ങനെ അതും കണ്ട് നമ്മൾ നേരെ പോണ വീട്ടിലേക്കാണ്. എന്തായാലും ബാക്കി പിന്നെ